കേരളത്തിലെ ലത്തീൻ സഭയുടെ ഉന്നത നയരൂപീകരണ സമിതിയാണ് KRLCC, കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. ഇന്നതിൻ്റെ 47ാമത് ജനറൽ അസംബ്ലിയാണ് ഇവിടെ എടക്കൊച്ചി ആൽഫ പാസ്റ്റൽ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ 12 രൂപതയിൽ നിന്നുള്ള മെത്രാന്മാരും വൈദികരും അതോടൊപ്പം തന്നെ അൽമായ പ്രതിനിധികളും ഇവിടെ ഈ ഒരു ജനറൽ അസംബ്ലിയിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 2002 ആരംഭിച്ച KRLCC എന്ന സംഘടന അതിൻ്റെ 25ാമത് ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ കൂടി ജൂബിലി വർഷവും അതുപോലെ തന്നെ കേരളത്തിലെ ലത്തീൻ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും അവരുടെ സമുദായം നേരിടുന്ന പ്രധാന വിഷയങ്ങളുമെല്ലാം ഈ ഒരു സമ്മേളനത്തിൽ ചർച്ചയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TV-യിലെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ഇവിടെ കൊച്ചി ആൽഫ പാസ്റ്റൽ സെൻറ്ററിൽ വെച്ചിട്ട് KRLCC എന്ന് പറഞ്ഞാൽ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ 47ാമത് സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനം ഒരു ജൂബിലി സമ്മേളനമായിട്ട് കൂടി ഞങ്ങൾ കണക്കാക്കുകയാണ്. കാരണം KRLCC തുടങ്ങിയിട്ട് 24 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 25ാമത്തെ കൊല്ലത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് രജത ജൂബിലി വർഷമാണ്. 24 വർഷമായിട്ട് നമ്മുടെ ജനങ്ങളുടെ കുതിപ്പും കിതപ്പും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രസ്ഥാനം വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ലത്തീൻ മെത്രാന്മാരും ഈ KRLCC-യിലുണ്ട്. കൂടാതെ എല്ലാ രൂപതകളിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, വൈദികർ, സന്യസ്തർ, അൽമായർ ഈ ഒരു സമ്മേളനത്തിലുണ്ട്. ഏതാണ്ട് 200-ലധികം പേരാണ് 12 രൂപതകളിൽ നിന്നായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഒരുമിച്ച് കൂടുമ്പോഴും പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇത്തവണ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ KRLCC-യുടെ ഭാവി എന്തായിരിക്കണം, മുന്നേറ്റം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ മുന്നേറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ഓരോ രൂപതകളിലും മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളുടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ മന്ത്രിസഭ നമ്മളുടെ തീരദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ബജറ്റിലും മറ്റുമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയായിട്ട് നമ്മളത് കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെല്ലാനം മുതൽ കടൽ ഭിത്തി കെട്ടാനുള്ള സംരംഭവും ഇവരെല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കടൽ ഭിത്തിയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ മുനമ്പം ഇഷ്യൂ, ആ മുൻപത്തെ പ്രശ്നവും തീർക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ഗവൺമെൻറ്റിന് KRLCC-യുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, അതിരുകളിലേക്ക് തള്ളപ്പെട്ടവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ ഗവൺമെൻറ്റിലെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ KRLCC വഴിയായിട്ട് ധാരാളം ജനങ്ങൾക്ക് നന്മ വരട്ടെ, ഗുണം വരട്ടെ എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുകയാണ്. ഇത്തവണത്തെ കൂടിവരവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജൂബിലിയെക്കുറിച്ച് ചിന്തിക്കാനും ജൂബിലി നിറവിൽ
എന്ന് പറഞ്ഞാൽ 24 വർഷം പൂർത്തിയാക്കി 25ലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ലത്തീൻ സമൂഹം, ലത്തീൻ സമുദായം. അപ്പോൾ ഇത്രയും വർഷം എന്താണ് ചിന്തിച്ചിരുന്നത്, എന്താണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഒരുപാട് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. 2002 ഇത് വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടി തുടങ്ങിയപ്പോഴും അഭിമന്യ ഡാനിയൽ പിതാവും സുസേബാക്യം പിതാവൊക്കെ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് ഈ സമുദായത്തെ അല്ലെങ്കിൽ KRLCC കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് 12 രൂപതകൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിച്ചു എന്നതാണ് ഏറ്റവും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഇനിയും നമ്മുടെ മക്കളെയൊക്കെ നിലയിലേക്ക്, വളരെ ഉന്നത നിലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പോരായ്മ. മറ്റ് നമ്മളോടൊപ്പം നിന്നിരുന്ന മറ്റ് പല സമുദായങ്ങളും അവരൊക്കെ ഒരുപാട് മുന്നോട്ട് പോയപ്പോഴും നമ്മളിപ്പോഴും ഈ ആമയെപ്പോലെ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനാൽ ഒന്നുകൂടി കണ്ണു തുറന്ന് ഈ 25 വർഷം തികയ്ക്കുമ്പോൾ അത് വെറുതെ ഒരു ആഘോഷമല്ല, അത് വളരെ ശക്തമായ സാന്നിധ്യമായിട്ട് തീരാനായിട്ട് KRLCCക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. KRLCC അംഗങ്ങൾക്കും അതുപോലെ KRLCBCയുടെ നേതൃത്വത്തിനൊക്കെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. 20 ലക്ഷം വരുന്ന എല്ലാ ഈ ലത്തീൻ സമുദായത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. വളരെ ശക്തമായ വളർച്ച, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഒരുപാട് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനായിട്ട്, അതോടൊപ്പം തന്നെ ഈ ലോകത്തിലായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ മനുഷ്യമഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട്, ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ പ്രകാശമായി തീരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മെയ് മുതൽ 10 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ദശവത്സര അജപാലന പദ്ധതി KRLCCയുടെ ഈ അസംബ്ലി അന്തിമ രൂപം നൽകും. തുടർന്ന് 2027 അത് പ്രാവർത്തികമാക്കും 10 വർഷത്തേക്കുള്ള പദ്ധതി. പ്രധാനമായും കേരളത്തിലെ ലത്തീൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അവ മറികടക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെയാണ് ഈ ജനറൽ അസംബ്ലി ചർച്ച ചെയ്യുന്നത്. അതിൽ KRLCC രൂപം നൽകിയിട്ടുള്ള അതിൻ്റെ ശുശ്രൂഷ സംവിധാനങ്ങൾ 24 കമ്മീഷൻസ് ഉണ്ട്. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന 6 ശുശ്രൂഷകളുടെ മിനിസ്ട്രീസ് ഉണ്ട്. അവയുടെ പ്രവർത്തനങ്ങൾ ഈ ജനറൽ അസംബ്ലി വിശകലനം ചെയ്യും, അപഗ്രഥിക്കും, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ സമുദായത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, അൽമായ സാമുദായിക സംഘടനകൾ, അവരുടെ പ്രവർത്തനവും വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഈ അസംബ്ലി നൽകും. KCYM പ്രസ്ഥാനത്തെ, KCM ലാറ്റിൻ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം അടക്കമുള്ള, ലഹരിയുടെ അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് യുവത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കടന്നുപോകലിൽ പ്രസ്ഥാനം കൂടെ അനുധാവനം ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിലാണ് യുവജനദിനം കേരള സഭയിൽ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ വയ്ക്കുന്നൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് എല്ലാ ഇടവകകളിലും, കേരളത്തിലെ പ്രത്യേകിച്ച് 12 ലത്തീൻ രൂപതകളിലെ എല്ലാ ഇടവകളിലും KCYMൻ്റെ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നുള്ളൊരു വലിയ മുദ്രാവാക്യം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് KRLCCയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ഛൻ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ നേതൃത്വ പരിശീലനത്തിനും കൂടി മുൻതൂക്കം നൽകിക്കൊണ്ട് YMAP എന്ന പേരിലുള്ള 2 ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞു. അതിൻ്റെ അടുത്തൊരു ക്യാമ്പിൻ്റെ സെക്ഷൻ, അങ്ങനെ നേതൃത്വ പരിശീലനവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു യുവജനങ്ങളുടെ വളർച്ചയുടെ പങ്കാളിത്തത്തിലേക്കുള്ള ഒരു കടന്നുപോകലാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ KRLCCയുടെ ജനറൽ അസംബ്ലിയിൽ യുവജനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് KCYM പ്രസ്ഥാനത്തെക്കുറിച്ചെല്ലാം വളരെ വലിയ ചർച്ചകളുണ്ടായി. അതിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള അസംബ്ലികളിൽ പ്രസ്ഥാനത്തിനും യുവജന ശുശ്രൂഷയ്ക്കും വേണ്ട വലിയ ചുവടുവയ്പ്പുകൾ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ അസംബ്ലിയിൽ ആയിരിക്കുന്നത്.
ഒത്തിരിയേറെ നന്മകൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം പോരായ്മകളുണ്ട്. ഒത്തിരിയേറെ തിരുത്തി മുന്നോട്ട് നമ്മുടെ ബാധിക്കുന്ന ആത്മീയപരമായ സാമൂഹ്യപരമായ ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ ഒരുമിച്ച് നിന്ന് ഇന്നത്തെ സഭ നിർദ്ദേശിക്കുന്നത് പോലെ ഒരു സിനഡൽ സഭയായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന വിശ്വാസത്തിലധിഷ്ഠിതമായ വിഷയങ്ങൾ, അതുപോലെ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങൾ, അത് എപ്രകാരം ഒന്നുകൂടി മെച്ചപ്പെടുത്താം, ഊർജിതമാക്കാം, ശക്തിപ്പെടുത്താം എന്നുള്ളതാണ് ഈ KRLCC 47ാം ജനറൽ ബോഡിയുടെ ഫോക്കസ്. അപ്പോൾ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ വർത്തമാനവും ഭാവിയൊക്കെ കണ്ടുകൊണ്ടുള്ള ചർച്ചകൾ വളരെ പ്രയോജനകരമായിട്ട് ലത്തീൻ സമുദായത്തിന് തീരുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അതായത് സ്വത്വബോധത്തിലേക്കും അതുപോലെ തന്നെ സഭയും സമുദായവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒന്നായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് ഈ KRLCC വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്. 25 വർഷക്കാലം ഒരു യൗവനത്തിൻ്റേതായിട്ടുള്ളൊരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഏകോപനവും സഹവാസവും ഒത്തുചേരലും കൂട്ടായ്മയും 12 രൂപതകളിലായിട്ടുള്ള ലത്തീൻ രൂപതയിൽ വളർന്നു വന്നിട്ടുണ്ടെന്നുള്ളൊരു കാഴ്ച ഞാൻ ഈ മെത്രാൻ സമിതിയിലൊക്കെ വന്നിട്ട് 2 വർഷങ്ങളായിട്ടുള്ളൂ. എങ്കിലും എനിക്ക് കിട്ടുന്നൊരു സന്തോഷമായിട്ടുള്ളത് ആ കൂടിച്ചേരൽ കൂടുതൽ സ്വത്വബോധത്തിലേക്കും ഒന്നാണെന്നുള്ള ആ ഏകത്വത്തിലേക്ക്, ഇപ്പോൾ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലും ആണെങ്കിൽ നാനത്വത്തിലെ ഏകത്വം കണ്ടെത്തുന്ന രീതിയിൽ ലത്തീൻ സമുദായം ഇന്ന് വളർന്നു വരികയാണ്. അത് പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ 24 വർഷങ്ങളിലായിട്ട് KRLCCക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചുവെന്നും അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലയിൽ നമ്മൾ തിരുത്തൽ വരുത്തി മുൻപോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ചാ വിഷയമായിട്ട് തീർന്നത്. മാത്രമല്ല, നമുക്കറിയാം JB കോശി കമ്മീഷൻ നിലവിൽ വന്നതിൽ പിന്നെ അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചതിൽ പിന്നെ നമുക്ക് ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ എപ്രകാരം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ആലോചനകളായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ നടത്തിയത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സമുദായം പ്രത്യേകിച്ച് തിരുവനന്തപുരം കടപ്പുറം മുതൽ നമ്മുടെ വിഴിഞ്ഞം ഇഷ്യൂ, അതുപോലെ തന്നെ ധാരാളം ഇഷ്യൂസ് നേരിടുന്ന ഒരു സമുദായമാണ് ലത്തീൻ സഭാ സമുദായം. ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് 15% ആളുകൾ വളരെയധികം പാവപ്പെട്ടവരും അവർ പ്രത്യേകിച്ച് മത്സ്യമേഖലയിൽ വസിക്കുന്നവർ നമ്മുടെ ട്രൈബൽ ആളുകളെ പോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന സ്പെഷ്യൽ കാറ്റഗറിയാണ് എന്നുള്ളത് ഞങ്ങൾ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ 85% ആളുകളുമുള്ളത് നിർമ്മാണ മേഖലയിലാണ്. അപ്പോൾ ഈ 2 മേഖലയിലുമാണ് ഏതാണ്ട് 4% ആളുകൾക്ക് മാത്രം സർക്കാർ ജോലികൾ ഈ സമുദായത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ സാമുദായികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ടുള്ള ധാരാളം പുഷ് ആവശ്യമുള്ള ഒരു സമുദായമാണ് ലത്തീൻ സഭ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള നമ്മുടെ ആ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്രകാരം നമ്മൾ പദ്ധതികൾ ഒരുക്കി മുൻപോട്ട് പോയാൽ സാധിക്കൂ എന്നുള്ള ഒരു ഉൾക്കൺ തുറക്കുന്ന ഒരു അവസരമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ KRLCC. നമുക്കറിയാം, നമ്മുടെ ആധുനിക നഗരവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തികമായ പുതിയ പുതിയ പരിപാടികളുടെ കാലഘട്ടത്തിൽ പ്രകാരം മുൻപോട്ട് പോകണം. പ്രത്യേകിച്ച് നമുക്കറിയാം, സർക്കാർ ജോലികളിലുള്ള സാധ്യതകളെക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ കാലയളവിൽ നമുക്ക് പ്രത്യേകിച്ച് പുതിയ പുതിയ സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങി അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കാനായിട്ടുള്ള ഉദ്യമങ്ങൾ ഉണ്ടാകണം എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ ചർച്ചകൾ വന്നു. അപ്പം അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിവരവാണ് എല്ലാ വർഷവും KRLCC നടത്തി വരുന്നത്. ഈ വർഷം പ്രത്യേകിച്ച് ജൂബിലി വർഷമായതുകൊണ്ട് കൂടിയൊക്കെ ഒരു തീക്ഷ്ണതയോടുകൂടെ അത് നിർവഹിക്കാനായിട്ട് ഈ ജൂബിലിയുടെ ഒത്തുവരവ് സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഈ അസംബ്ലിയുടെ ചിന്താ വിഷയം തന്നെ ഒരു പുതുചൈതന്യത്തോടു കൂടി ജൂബിലിയിലേക്ക് പ്രവേശിക്കുക, ഈ 24 വർഷം
നടന്ന ചർച്ചകളുടെയും ചിന്തകളുടെയും അതിൻ്റെ വെളിച്ചത്തിൽ രൂപീകരിച്ച നയങ്ങളുടെയുമൊക്കെ പ്രാവർത്തികമാക്കൽ എത്രമാത്രം കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയിലും സമൂഹത്തിലും ആ സമുദായ ശക്തീകരണത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് ഗൗരവമായിട്ട് പഠിക്കുക. മുന്നോട്ട് ഉള്ള ആ ഒരു കുതിപ്പിൽ എത്രമാത്രം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഇതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തന ശൈലികളിൽ, ഇതുവരെ ഉണ്ടായിരുന്ന ഊന്നലുകളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെയുള്ള ആലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിലെയും അഭിമന്യ പിതാക്കന്മാരും വികാരി ജനറൽമാരും വൈദിക പ്രതിനിധികളും സന്യസ്ത സഭകളുടെ മേജർ സുപ്പീരിയേഴ്സും അൽമായ പ്രതിനിധികളുമായിട്ട് ഏതാണ്ട് 200ഓളം പ്രതിനിധികളാണ് ഈ ജനറൽ അസംബ്ലിയിലുള്ളത്. 3 ദിവസത്തെ ജനറൽ അസംബ്ലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വാർഷിക ജനറൽ അസംബ്ലി. ലത്തീൻ സമുദായത്തിൻ്റെ നയരൂപീകരണ സമിതിയായ KRLCC ജനറൽ അസംബ്ലി ഈ സമൂഹത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സമിതി എന്ന നിലയിൽ വളരെ വലിയ പ്രാധാന്യമാണ് ഇതിനുള്ളത്. പൊതുവായ സമൂഹത്തിൻ്റെ പൊതുവായ വികസനത്തിനോടൊപ്പം അവരുടെ മുന്നേറ്റത്തോടൊപ്പം തന്നെ സമുദായത്തിൻ്റെ മുന്നേറ്റവും ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ ജനറൽ അസംബ്ലിയിലെ തീരുമാനങ്ങൾ ഈ ജനസമൂഹം വളരെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായും ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ടുള്ള തീരുമാനങ്ങൾ ഈ ജനറൽ അസംബ്ലിയിൽ ഉണ്ടാകും.